RS ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർജന്റീന vs ബ്രസീൽ, മെസ്സിയും നെയ്മറും ഇല്ലാത്ത അർജന്റീന ബ്രസീൽ മത്സരത്തെ കുറിച്ചാണ്. മത്സരം നടക്കാൻ പോകുന്നത് മറ്റന്നാൾ ബുധനാഴ്ച UAE സമയം 4 മണിക്കും ഇന്ത്യൻ സമയം 5:30 മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മത്സരത്തെ കുറിച്ച് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിലോട്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ ഒരാൾ കൂടി ഉണ്ട്. വേറെ ആരല്ല, എൻ്റെ മോൻ തന്നെയാണ്. അർജന്റീന ഒരു കടുത്ത ആരാധകനാണ്. അവനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ അവൻ തരുന്നതായിരിക്കും. എൻ്റെ പേര് റെഹാൻ. ഞാൻ ഷാർജയിൽ പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്നു, 7ാം ക്ലാസ്സിൽ. ഇതില് എന്താണ്, നമുക്കിപ്പോ നെയ്മറും മെസ്സിയും, നെയ്മർ കുറച്ചു കാലമായിട്ട് പരിക്കാണ്, ടീമിലില്ല. പക്ഷെ മെസ്സി ഇല്ലാത്തൊരു അർജന്റീനയും ബ്രസീലും. ബ്രസീലിൽ എന്ന് പറഞ്ഞാല് അത്യാവശ്യം ഇപ്പൊ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്, എൻട്രിക്ക് ചിലപ്പോ സ്റ്റാർട്ടിംഗിൽ ഉണ്ടാവില്ല, ചിലപ്പോ സബായിട്ടായിരിക്കും വരിക. പക്ഷെ എന്നാലും നല്ലൊരു റഫീനിയ ഉണ്ട്, നല്ല സ്ക്വാഡാണ് ബ്രസീലിൽ. ആ ഒരു ടോപ്പ് ഫോമുള്ള സ്ക്വാഡാണ്. എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു പറഞ്ഞാല് ബ്രസീലിന്റെ മിഡ്ഫീൽഡിലാണ്. മിഡ്ഫീൽഡ് കുറെ കാലമായിട്ട് ബ്രസീലിൽ, കാശ്മീർ ഒക്കെ പോയ ശേഷം മിഡ്ഫീൽഡ് ഒരു ആക്റ്റീവ് അല്ല. ആ ബോളൊന്ന് ഫോർവേഡിലേക്ക് എത്തിക്കാൻ ബ്രസീലിനെ കൊണ്ട് കഴിയുന്നത്. അതാണ് അർജന്റീനയുടെ പ്ലസ് പോയിന്റ്. അതാണ് അർജന്റീനയ്ക്ക് ഒരു നല്ല മിഡ്ഫീൽഡ് ഉണ്ട്. ഇപ്പൊ എൻസോ ഫെർണാണ്ടസ് ആയിക്കോട്ടെ, പാരഡൈസ്, ആര് ഇല്ലെങ്കിലും പുതിയ പുതിയ ആൾക്കാര് മിഡ്ഫീൽഡിൽ. ഗോൾ കീപ്പർമാരൊക്കെ ബ്രസീലിൽ 3 ആൾക്കാരൊക്കെയാണ്. അലസൺ കളിക്കില്ല, അലസന് പരിക്കാണ്. അപ്പോ അതിന് പകരം പുതിയ ഗോൾ കീപ്പർ വന്നിട്ടുണ്ട്, എഡ്രിസൺ ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ കളിക്കാരുള്ളതുകൊണ്ട് അതില് അവർക്ക് ടെൻഷൻ. അവരുടെ ഡിഫൻസും ഓക്കെയാണ്, പക്ഷെ മിഡ്ഫീൽഡ് തന്നെയാണ് അവർക്ക് എപ്പോഴും ബാധിക്കുന്നത്. കഴിഞ്ഞ കളിയിലും ബ്രസീൽ കളിച്ചിട്ട് ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റ് ബ്രസീൽ കളിച്ചു, പിന്നെ കളിക്കുന്ന അവസാനത്തെ 10 മിനിറ്റ്. അതിന്റെ ഇടയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന ആ ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ടൊക്കെയാണ് പോയത്. അപ്പൊ അതൊരു പ്രശ്നമുണ്ട്. അർജന്റീന ലാസ്റ്റ് കളിയിൽ ഇപ്പൊ നടന്നു പറഞ്ഞാല് അൽമാഡയുടെ ഒരു ഗോളിലാണ് ജയിച്ചത്. ഉറുഗ്വ ഫസ്റ്റ് ഹാഫില് ഉറുഗ്വേന്റെ കളി, അർജന്റീന തീരെ കളി ഉണ്ടായിരുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫില് അർജന്റീന കളി വരുതിയിലാക്കി, ബോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ വെച്ച് കളി തുടങ്ങി, കുറച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ അൽമാഡ അതൊരു ഇതിലെ ഗോൾ എന്ന് പറയുന്നത് പുതിയ താരമാണ്, പ്ലസ് ഒരു ചെറുപ്പക്കാരനാണ്. ഈ താരമാണ് നമ്മളുടെ ആദ്യത്തെ ഗോൾ അല്ലെങ്കിൽ ലീഡിംഗ് ഗോൾ അടിച്ചു തന്നത്. ഒരു ഗോള് സമനിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിചാരിച്ച കളിയായിരുന്നു. ആ ഒരു ഗോളിന്റെ ലീഡിൽ അർജന്റീന ജയിച്ചു. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കാലം ഇപ്പൊ അർജന്റീനയ്ക്ക് മെസ്സി ഇല്ലാത്തൊരു ടീം എന്നാണ് ആ ഒരു വ്യത്യാസം കാണുന്നത്. പക്ഷെ സൂപ്പർ സ്റ്റാർ ഇല്ലാണ്ട്, പക്ഷെ ടീമായിട്ട് കളിക്കുമ്പോൾ അർജന്റീന ഇപ്പൊ എല്ലാവരും എല്ലാ ഫോമിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്. ബ്രസീലിന്റെ സൈഡിൽ പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് റഫീനിയാണ്. റഫീനിയ മിന്നും ഫോമിലാണ്. ബാഴ്സലോണയിൽ വന്ന ശേഷം ആശാന് ലാസ്റ്റ് സീസണില് മറ്റേ നമ്മുടെ ഇവിടുന്ന് കോച്ച് വന്നിട്ട് ഷാവിയുടെ കീഴില് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഷാവിയുടെ കീഴില് കഴിഞ്ഞ വന്ന ശേഷമാണ് റഫീനിയ വേറെ ലെവലായി കൊണ്ടിരിക്കുന്നത്. വാലന്റിയർ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന താരമാണ്. അപ്പൊ റഫീനിയനെ ഇന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് അർജന്റീന. റഫീനിയ ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്. മൊത്തത്തില് ഇന്ന് അറിയാം. പക്ഷെ എനിക്ക് എന്റെ ഒരു പ്രൊഡിക്ഷൻ വരികയാണെങ്കിൽ വലിയ ലീഡൊന്നും വരില്ല. 1-1 അല്ലെങ്കിൽ 1-0 ആ ഒരു മാർജിനിലായിരിക്കും ജയിക്കുക. അതാരാണെങ്കിലും ജയിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കളികളിലൊക്കെ ഇപ്പൊ ജയിച്ചത് അർജന്റീന ജയിച്ചപ്പോ ഒരു ഗോൾ മാർജിനാണ്. അവസാനത്തെ കോപ്പ അമേരിക്കയിൽ മാത്രമാണ് 2-0 ബ്രസീൽ ജയിച്ചത്. ബാക്കി എല്ലാ കളിയിലും ഒരു ഗോൾ അടിക്കാം, പിന്നെ ഡിഫൻസ് ചെയ്ത് കളി 90 മിനിറ്റ് കളിക്കും. പിന്നെ ലാറ്റിൻ അമേരിക്കന്റെ കളി ശൈലി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പരുക്കൻ ഡിഫൻസും കാര്യങ്ങളും ഒരു ഫൈറ്റും കാര്യങ്ങളും, അങ്ങനത്തെ ഒരു കളിയാണ്. ബ്രസീൽ വേഴ്സസ് അർജന്റീന മാച്ചിൽ ഇഞ്ചേർഡ് ആയ താരങ്ങൾ വന്നിട്ട് ലയണൽ മെസ്സി കളി ഇന്റർ മയാമിയിൽ വെച്ച് ഇഞ്ചർ ആയതാണ്. അർജന്റീന ക്യാമ്പിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പോളോ ഡിബാല മെസ്സിന്റെ പോലെ തന്നെ കളിച്ചിട്ട് വരാണ്ടായതാണ്. പ്ലസ് ലൗതാരോ മാർട്ടിനസ് അടുത്ത് ഇഞ്ചുറി ആയത് അർജന്റീന ക്യാമ്പിൽ വന്ന് ട്രെയിനിങ് സമയത്തിൽ ഇഞ്ചുറി ആയി. പിന്നെ ഡീപോള് കളിക്കുന്നില്ല എന്നുള്ള, ഡീപോളിന് ഇഞ്ചുറി ആണ്, ഡീപോളും കളിക്കുന്നില്ല. മെസ്സി കൂടാതെ തന്നെ ഇപ്പൊ ഇത്രത്തോളം താരങ്ങൾ അർജന്റീന സൈഡിൽ നിന്ന് കളിക്കാതെ വരുന്നുണ്ട് ഇഞ്ചുറിയുടെ കാരണം കൊണ്ട്. നിക്കോളാസ് ഗൊൺസാലസ് ഒരു സ്ട്രെയിറ്റ് റെഡ് കാർഡ് കിട്ടി ലാസ്റ്റ് മാച്ചിൽ സെൻഡ് ഓഫ് ആയതാണ്. ലാസ്റ്റ് മാച്ചിൽ സെൻഡ് ഓഫ് ആയതുകൊണ്ട് ഇനിയിപ്പോ ആൾക്ക് കളി കളിക്കാൻ പറ്റില്ല. പിന്നെ നമ്മള് ഇനി കളിക്കാൻ പോണ താരങ്ങളിലൂടെ പറയാൻ പോണത് എമിലിയാനോ മാർട്ടിനസ്, നമ്മളുടെ ആക്ഷൻ സൂപ്പർ ഹീറോ.
നമ്മുടെ ഒരു ഗോളി, നമ്മുടെ അർജന്റീന ഗോളി 50th ഇന്റർനാഷണൽ അപ്പിയറൻസ് ചെയ്യാൻ പോണ. പിന്നെ 50 കളിയില് എത്ര ട്രോഫി കിട്ടുന്നത്? 4 ഇന്റർനാഷണൽ ട്രോഫി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോളി, സൂപ്പർ ഹീറോ ആണ്. നമ്മളെ ഫ്രാൻസിനെതിരായിട്ട് വേൾഡ് കപ്പ് ഫൈനൽസിൽ സേവ് ചെയ്ത ആളാണ്. ആ ക്രൂഷ്യൽ ഗോൾ അതൊരു വേറെ വൈബായിരുന്നു. പിന്നെ ടോട്ടൻഹാം ഹോട്ട്സ്പറിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വന്നിട്ടുണ്ട്. പിന്നെ അലോങ് അതിനൊപ്പം കളിക്കുന്നത് നിക്കോളസ് ടാഗ്ലിഫിക് വന്നിട്ട് ഇവരുടെ ഒപ്പമായിട്ട് തന്നെ ലെഫ്റ്റിൽ കളിക്കുന്നതാണ്. ആൻഡ് നൗൽ മൊൾഡീനിയ നമ്മൾ റൈറ്റിൽ കളിക്കുന്നതായിരിക്കും. റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന മൊൾഡീനിയ. മിഡ്ഫീൽഡിലുള്ളത് അലക്സ് മെക്കാലിസ്റ്റർ ഉണ്ടാവും, എൻസോ ഫെർണാണ്ടസ് ഉണ്ടാവും. പിന്നെ ആരാണ് മൂന്നാമത്തെ ഒരു താരം എന്നാണ് ഒരു ഡൗട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ പാരഡൈസ് കളിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ഡീപോൾ ഇഞ്ചർഡ് ആണ്, അത് കാരണം ഡീപോൾ കളിക്കാൻ ചാൻസ് ഇല്ല. ഈ കളിയിൽ ഫോർവേഡ് ഉള്ളത് ജൂലിയൻ ആൽവാരസ്, തിയാഗോ അൽമാണ്ട ആൻഡ് സിമിയോണി ഇപ്പോ ലാസ്റ്റ് അത്ലറ്റികോ മഡ്രിഡ് നല്ല പ്രകടനം നടത്തുന്നത്. അതേപോലെ തന്നെ അൽവാരസും അത്ലറ്റികോ മഡ്രിഡ് വന്ന ശേഷം സിറ്റിയിൽ ബെഞ്ചിലിരിക്കായിരുന്നു. അപ്പോ ഇവിടെ വന്ന ശേഷം നല്ല ഫോമില കളിച്ചുകൊണ്ടിരിക്കുന്നത്. അൽമാഡ ലാസ്റ്റ് കളിയില് വിജയ ഗോള് അടിച്ചത് ആശാന്റെ ഒരു ഗോള് ബെലാൻഡി ബോക്സിന്റെ വെളിയിൽ നിന്നൊരു 1.5 ഗോളായിരുന്നു. ഇവര് തമ്മിൽ നടന്നിട്ടുള്ള ഹെഡ് ടു ഹെഡ് അവസാനത്തെ 5 മത്സരങ്ങളിൽ അർജന്റീന 3 മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ട്, ഒരു ഡ്രോ. ബ്രസീൽ ഒരു മത്സരം ജയിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് കോപ്പ അമേരിക്കയിലാണ് 2019 ജൂലൈ 3 ബ്രസീൽ 2-0 അർജന്റീന തോൽപ്പിച്ചത്. അതിനുശേഷം ഇതുവരെ അർജന്റീന തോൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് റഫീനെ അടക്കം വെല്ലുവിളിച്ചിട്ടുണ്ട്, അർജന്റീനയ്ക്കെതിരെ ഗോൾ അടിക്കും, ഞങ്ങൾ വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇന്നിപ്പോ എന്തായാലും കണ്ടറിയാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. ബ്രസീലിന്റെ സ്റ്റാർട്ടിംഗ് 11 വരികയാണെങ്കിൽ നമ്മുടെ അലിസൺ ബെക്കർ പരിക്ക് കാരണം ഗോൾ കീപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആളുടെ സ്ഥാനത്തേക്ക് ബെന്റോ ആയിരിക്കും ഗോൾ കീപ്പർ ആയിട്ട് വരിക. ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ മാർക്കിനസ് ഉണ്ടാവും, മുറില്യ ഉണ്ടാവും, പിന്നെ അരാന, പിന്നെ വെസ്ലി. ഇവര് 4 പേരാണ് ഡിഫൻസിൽ ഉണ്ടാവുക. പിന്നെ മിഡ്ഫീൽഡിൽ വരുന്നതായിട്ട് ആൻഡ്രേ ഉണ്ട്, റഫീനിയ ഉണ്ട്, ജൊൾട്ടീനിയോ ഉണ്ട്. ഓക്കെ. ഇവര് 3 പേരും ഡിഫൻസിൽ വരുന്ന സമയത്ത്, അറ്റാക്കിംഗിലേക്ക് വരുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്, പിന്നെ ആരാണ് സെവിനിയോ ചാൻസ് കുറവാണ്. ഇന്ന് ബ്രസീലിന്റെ കോച്ച് പറഞ്ഞിട്ടുണ്ട് മാത്യു കുഞ്ഞനായിരിക്കും സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പുതിയൊരു തന്ത്രമായിരിക്കും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു പ്ലെയർ ഇറക്കി സബ്സ്റ്റിറ്റ്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ എൻട്രിക്കിന് ഒരു ചാൻസ് കിട്ടാനും സാധ്യതകളുണ്ട്, പറയാൻ പറ്റില്ല. ഇന്ന് വെല്ലുവിളിച്ച സ്ഥിതിക്ക് റഫീനിയ നാളെ എന്തെങ്കിലുമൊക്കെ കാട്ടുന്ന ബ്രസീൽ ഫാൻസിന് മൊത്തമായിട്ടൊരു പ്രതീക്ഷ ഉണ്ടാവും. ബാഴ്സലോണയിൽ തുടരുന്ന ഫോം തുടരുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് നല്ലൊരു വെല്ലുവിളി തന്നെയാണ് ആള്. പക്ഷെ നാളെ അറിയാം നമുക്ക്, നാളത്തെ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ബ്രസീലിന് അർജന്റീനയ്ക്കാണോ മുൻതൂക്കം, കളിയിൽ ആര് വിജയിക്കും എന്നുള്ളത്. ഫാൻസുകാർ ഇപ്പൊ തന്നെ മുറവിളികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ റഫീനിയ വെല്ലുവിളിച്ചു, പിന്നെ മാർക്കിനസ് പറഞ്ഞിട്ടുണ്ട് അർജന്റീനയോട് കളിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേറിയ കളിയാണ്. അപ്പോ അതില് റഫറിമാര് കുറെ ബ്രസീലിനെതിരെ, ഇപ്പൊ കൊളംബിയക്കെതിരെ ബ്രസീലിന് ഒരുപാട് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അർജന്റീനയ്ക്കെതിരെ കളിക്കുമ്പോൾ റഫറിമാരിനെ പഠിക്കുന്ന മാർക്കിനസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു നമ്മള് കാര്യം നോക്കുകയാണെങ്കിൽ സ്കൊളോണി ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്നത്തെ കളി കഴിഞ്ഞാല് അർജന്റീനയുടെ കോച്ച് പറഞ്ഞു, അത് ഒരു എന്താ പറയാ, ഒരു മെച്യൂരിറ്റി ഉള്ളൊരു ആള് ഒരു ഇതാണ് പറഞ്ഞത്. ആള് എന്താ പറഞ്ഞാല്, ഇപ്പൊ ബ്രസീലും അർജന്റീന കളി ഇന്നത്തോടെ കഴിയും. നാളെ മുതൽ ഇപ്പൊ മെസ്സി, നെയ്മർ അവര് നല്ലൊരു സൗഹൃദം പങ്കിടുന്നു, അവര് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. കളി ഇന്നത്തോടു കൂടി കഴിഞ്ഞു. നാളെ നമ്മള് ഒരു ക്ലബിൽ ചിലപ്പോ ഒരു ഇതിൽ കളിക്കേണ്ടി വരും. അപ്പോ അങ്ങനെ ഒരു ആളാണ്, ഒരു പ്രസ്താവനയാണ് ഇപ്പൊ സ്കൊളോണി ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ നാളെ കഴിഞ്ഞാലും മറ്റന്നാൾ രാവിലെ നമുക്ക് ഇതറിയാം ആര് ജയിക്കും. ഒരു വലിയൊരു കുറെ കാലത്തിന് ശേഷം എൽ ക്ലാസിക്കോ ബ്രസീൽ വേഴ്സസ് അർജന്റീന. അതെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മെസ്സി, നെയ്മറും 2 പേരും ഉണ്ടാവുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാല് അവർക്ക് 2 പേർക്കും പരിക്കായി ഇഞ്ചേർഡായി കളിക്കാൻ പറ്റില്ല. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കൂടുതൽ ആൾക്കാർക്ക് ഈ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ വീഡിയോ എത്തിച്ചേരാനായിട്ട് ഷെയർ ചെയ്യാം.